മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോയ ഒരു കുട്ടി ലോകത്തെ തന്നെ കീഴടക്കിയ ഒരു കഥ പറയാം. 1955 ഫെബ്രുവരി 24 കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ അബ്ദുൾ ഫാത്തയ്ക്കും ജോവാനയ്ക്കും ഒരു മകൻ പിറക്കുന്നു. അവർ അവനെ സ്റ്റീവ് എന്ന് വിളിച്ചു. ഇരുവരും ഇരുമതക്കാരായതിനാൽ ഫാമിലിയുടെ സപ്പോർട്ട് അവർക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് അവർ അവനെ അഡോപ്ഷന് വയ്ക്കുകയായിരുന്നു. അങ്ങനെ പോൾ റെയിൻഫോൾഡും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ക്ലാരയും അവനെ സ്വീകരിക്കും. അവർ സ്റ്റീവിനെ സ്വന്തം മകനെ പോലെ വളർത്തി. സ്റ്റീവിന് പഠിക്കാൻ താല്പര്യം വളരെ കുറവായിരുന്നു. 1968 സ്റ്റീവ് ഹോംസ്റ്റെഡ് ഹൈസ്കൂളിൽ വെച്ച് ബിൽ ഫെർണാണ്ടസിനെയും അദ്ദേഹത്തിലൂടെ സ്റ്റീവ് വോസ്നിയാക്കിനെയും പരിചയപ്പെടുന്നു. വോസ്നിയാക്ക് പിന്നീട് സ്റ്റീവിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നീടുള്ള സ്റ്റീവിൻ്റെ ജീവിതം ഒരു മെഗാ സീരിയൽ പോലെയായിരുന്നു. കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുകയും അറ്റാരി എന്ന കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് 1976 ഏപ്രിൽ 1 സ്റ്റീവും വോസ്നിയാക്കും കൂടി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ആ കമ്പനിയിലൂടെ അവർ ലാപ്ടോപ്പുകളും സ്മാർട്ട് ഫോണുകളും വികസിപ്പിക്കുന്നു. ആ കമ്പനിയുടെ പേരാണ് ആപ്പിൾ. ഞാൻ സംസാരിക്കുന്നത് സാക്ഷാൽ സ്റ്റീവ് പോൾ ജോബ്സിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്കുള്ള ചുവടുകളെക്കുറിച്ചാണ്. എവരി സ്റ്റെപ്പ് ഈസ് എ പ്രോഗ്രസ്.